നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ രണ്ടാം ഘട്ട വിതരണം നാളെ സർക്കാർ ആരംഭിക്കും. ഡിസംബർ മാസം 26-ാം തീയതി മുതൽ വീണ്ടും വിതരണം തുടങ്ങുകയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം അനുവദിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 23-ാം തീയതി തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ ആനുകൂല്യത്തിൽ കുറവ് വന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ് ഇവർക്ക് കുറവ് വന്നിട്ടുള്ളത്. 200 രൂപ കുറഞ്ഞവരുണ്ടാകും, 300 മുതൽ 500 രൂപ വരെയും കുറഞ്ഞിട്ടുള്ളവരുണ്ടാകും. ഇങ്ങനെയുള്ളവർക്കുള്ള വിതരണമെല്ലാം തന്നെ നാളെയോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. വീണ്ടും ഒരു പ്രവൃത്തി ദിവസം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ പരമാവധി വേഗത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നത്. ഇത് ഇനിയും തടസ്സപ്പെടുകയാണെങ്കിൽ ഒരാഴ്ചയോളം ഇതിന് കാലതാമസമൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് താമസിക്കുകയാണെങ്കിൽ പഞ്ചായത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ടി വരും. ഇനി ഇതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന പല മേഖലകളിലും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. ചില മേഖലകളിൽ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് വിതരണം ഭാഗികമായിട്ട് തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും വിതരണം പുനരാരംഭിക്കുകയാണ്. 26-ാം തീയതി മുതൽ വീണ്ടും നമ്മുടെ കൈകളിലേക്ക് ധനസഹായം എത്തിച്ചേരും. 1600 രൂപ ലഭിക്കുന്നവർക്ക് മുഴുവൻ തുകയും, അതല്ല എങ്കിൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം കുറഞ്ഞു വരുന്നവർക്ക് സംസ്ഥാന വിഹിതം കൈകളിലും കേന്ദ്ര വിഹിതം ബാങ്ക് അക്കൗണ്ടിലേക്കുമാണ് ലഭിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൂട്ടുന്നതിനും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പാർലമെന്ററി സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പക്കലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തുക വർധനവ് 2025 ജനുവരി മാസത്തിലോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസങ്ങളിലോ എത്രയും വേഗം തന്നെ നടപ്പിലാക്കണമെന്നാണ് പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് 346 രൂപയോളമാണ്, 350 രൂപയോളം അടുത്താണ് പ്രതിദിന വേതനം ലഭിക്കുന്നത്. എന്നാൽ ഇത് നമ്മളുടെ ജീവിത ചെലവുകൾക്ക് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. മറ്റ് വിവിധ മേഖലകളിലെ പ്രതിദിന വേതനവുമൊക്കെ ആയിട്ട് കണക്കാക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കുറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ പലരും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ജീവിത നിലവാരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി അതോടൊപ്പം തന്നെ ജീവിത ചെലവുകളെല്ലാം പരിഗണിച്ച് തുകയിൽ ഒരു വർധനവുണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 20 രൂപയോളമൊക്കെയുള്ള വർധനമാണ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഉയർന്ന വേതനമൊക്കെ ലഭിക്കുന്ന ഹരിയാന ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇത് 400 രൂപയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് 100 ദിവസങ്ങളോളമൊക്കെയാണ് പരമാവധി ഒരു ഗുണഭോക്താവിന് ലഭിക്കുക. അങ്ങനെയുള്ളവർക്ക് 150 ദിനങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യവും ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടാകും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അവരുടെ ഉപയോക്താക്കൾക്ക് വേണ്ടി നിവ ബൂപ്പ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സഹകരിച്ച് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പോളിസിയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഇൻഷുറൻസ് ഉള്ളവർക്ക് ഈ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും. 899 രൂപയിൽ വ്യക്തിഗത പ്ലാനും 1399 രൂപയിൽ ഫാമിലി പ്ലാനും ആരംഭിക്കും. 15 ലക്ഷത്തിൻ്റെ ചികിത്സാ കവറേജാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് ലഭിക്കുക. നിലവിൽ ഫാമിലി പ്ലാൻ എടുക്കുമ്പോൾ ഒരാൾ IPPB അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതിയാകും. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഓപ്പൺ ചെയ്യുന്നതിന് 200 രൂപയോളം അധികമായിട്ട് നൽകേണ്ടി വരും. എല്ലാ വർഷങ്ങളിലും റിന്യൂ ചെയ്യുന്ന സംവിധാനമാണുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ രോഗങ്ങളുള്ള വ്യക്തികൾക്ക് ഇതിൽ ചേരാൻ സാധിക്കില്ല. ഇനി 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ഭാഗങ്ങളാകാം. ഇനി അതോടൊപ്പം തന്നെ മക്കളെ കൂടി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് 91 ദിവസം മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങളെയും ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ചേർക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഈ അറിയിപ്പ് എത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.